അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി സുധാകരനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ CPIM ആലപ്പുഴയിലെ വീടിന് സമീപത്തേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും. അതേസമയം ജി സുധാകരന് പിന്തുണ നൽകുന്ന കാര്യം നിലവിൽ കോൺഗ്രസ് പരിഗണനയിൽ ഇല്ലെന്ന് മുതിർന്ന നേതാവ് ഡി സുഗതൻ 24നോട്. മത്സരിച്ച് വിജയിച്ചാൽ താൻ ആർക്കൊപ്പം നിൽക്കുമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കണമെന്നാണ് ഡി സുഗതന്റെ ആവശ്യം. ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണെന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ആ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ കോൺഗ്രസിലേക്ക് വരണം എന്ന രീതിയിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. സുധാകരൻ പാർട്ടിയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് മത്സരങ്ങൾ ജയിക്കും. ഇപ്പം അദ്ദേഹം പാർട്ടിയുടെ പിന്തുണയാണെന്ന് തീർത്ത് പറയുന്നില്ല. ഇപ്പോഴും ഞാൻ എല്ലാ പാർട്ടിയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആരുടെയും സഹായം ചോദിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്ന സഹായം കോൺഗ്രസിൻ്റെ ആലോചിക്കണം. കോൺഗ്രസ്സായിട്ട് ബന്ധങ്ങളുണ്ടാകണം. ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന് തീരുമാനങ്ങളുണ്ടാകണം. അതൊക്കെ വേണ്ടേ? ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ജി സുധാകരൻ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ എടുക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല, എന്നാൽ എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കുമെന്ന് പൊതുവെ അദ്ദേഹം പറയുകയായിരുന്നു. എന്താണ് ലേറ്റസ്റ്റ് വിവരം സുധാകരൻ വിഷയത്തിൽ ആലപ്പുഴയിൽ നിന്ന്? കോൺഗ്രസിന്റെ പിന്തുണ തേടുമെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞില്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ പലരും ഈ പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം നടപടി അല്ലെങ്കിൽ തീരുമാനം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഡി സുഗതൻ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ജി സുധാകരൻ പിന്തുണ ആവശ്യമെങ്കിൽ പറയണം, അല്ലാത്ത പക്ഷം കോൺഗ്രസിന്റെ പിന്തുണ തേടി മത്സരിച്ചാൽ മാത്രമേ അമ്പലപ്പുഴയിൽ അദ്ദേഹം ജയിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ നിലവിൽ അമ്പലപ്പുഴ സീറ്റ് കൊതിച്ചിരിക്കുന്ന കോൺഗ്രസിലെ പല നേതാക്കളുമുണ്ട്. മുതിർന്ന നേതാവ് എ ഷുക്കൂർ, ഒപ്പം എം ലിജു, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ MB പ്രവീൺ അടക്കം 6ഓളം പേർ അമ്പലപ്പുഴയിൽ സീറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അവരുടെയെല്ലാം പ്രതീക്ഷ ഇല്ലാതാക്കിക്കൊണ്ടാണ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ സ്ഥാനാർത്ഥിയിടാതെ പിന്തുണ നൽകും എന്നുള്ള UDFന്റെ ഒരു അപ്രഖ്യാപിത നയം. എന്തായാലും അത്തരത്തിലേക്കൊരു കാര്യത്തിലേക്ക് എത്തിയാൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നു കൂടിയാണ് ഡി സുഗതൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. 2001 അമ്പലപ്പുഴയിൽ മത്സരിച്ച് വിജയിച്ച ഡി സുഗതനെ 2006 തോൽപ്പിച്ചാണ് മണ്ഡലം CPM തിരിച്ചുപിടിക്കുന്നത്. അത് ജി സുധാകരനിലൂടെയായിരുന്നു. എന്തായാലും പഴയ കഥകളൊക്കെ മറന്ന് വീണ്ടും സുധാകരന് പിന്തുണ നൽകേണ്ടി വന്നാൽ അത് എങ്ങനെയാകും? നിലവിൽ സീറ്റ് മോഹിച്ചിരിക്കുന്ന ആളുകളെ പിണക്കി മുന്നോട്ട് പോകാനാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഡി സുഗതൻ ചോദിക്കുന്നത്. എന്തായാലും അതിനും അപ്പുറത്തേക്ക് പാർട്ടി ജി സുധാകരനെതിരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ വീടിന് സമീപത്ത് 5000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ച് വലിയ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രകടനം നടക്കുന്നത് BS അച്യുതാനന്ദന്റെ വീടിന് മുന്നിൽ നിന്ന് ജി സുധാകരന്റെ വീടിന് മുന്നിലേക്കുള്ള സ്ഥലത്തേക്കാണ്. അതിൽ ഒരു വൈകാരിക ഇടപെടൽ കൂടി പാർട്ടി നടത്തുന്നു. ജി സുധാകരനും ഏറ്റവും അടുപ്പമുള്ള BS അച്യുതാനന്ദന്റെ വീട്ടിൽ നിന്ന് തന്നെ ആ പ്രകടനം തുടങ്ങുന്നു എന്നുള്ളതാണ്. 2015 സമ്മേളനകാലത്ത് BS അച്യുതാനന്ദനെതിരെ ജി സുധാകരന് പറയേണ്ടി വന്നെങ്കിലും അതിനപ്പുറത്തേക്കുള്ള വൈകാരിക ബന്ധം ഈ രണ്ടുപേരും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ BSന്റെ വീടിന് മുന്നിൽ നിന്ന് ഒരു പാർട്ടി പരിപാടി, ഒരു പാർട്ടി പ്രതിഷേധം സുധാകരനെതിരെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തേക്ക് നടക്കുമ്പോൾ അതിൽ പാർട്ടി കൊണ്ടുവരുന്ന ഒരു വൈകാരിക തലം കൂടിയുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് പാർട്ടി ഒരുങ്ങുകയാണ്. അതിനിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ ജി സുധാകരനും തയ്യാറെടുക്കുകയാണ്. അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.